പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു നീലപ്പെട്ടി വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നീല ട്രോളി ബാഗിൽ ഹോട്ടലിൽ കള്ളപ്പണം കൊണ്ടുവന്നു എന്നായിരുന്നു ആരോപണം. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലും വിവാദമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. നിലമ്പൂരിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച വാഹനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരും പോലീസും പരിശോധിച്ചതോടെയാണ് വിവാദമായത്. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെയാണ് കോൺഗ്രസ് നേതാക്കളുടെ വാഹനത്തിലും പരിശോധന നടന്നത്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ഷാഫിക്കും രാഹുലിനും പുറമെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസും വാഹനത്തിലുണ്ടായിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ച് താമസ സ്ഥലത്തേക്ക് മടങ്ങും വഴി നിലമ്പൂരിൽ വടപ്പുറത്ത് വെച്ചായിരുന്നു വാഹന പരിശോധന. ഷാഫി പറമ്പിലായിരുന്നു വാഹനം ഓടിച്ചത്. നേതാക്കളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥർ വാഹനത്തിലുണ്ടായിരുന്ന പെട്ടി തുറന്ന് പരിശോധിച്ചു. ഇതിനിടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉദ്യോഗസ്ഥരോട് കയർത്തു. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പൊട്ടിമുളച്ചിട്ട് MLA-യും MP-യും ആയതല്ലെന്നും ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നതെന്നും ഉദ്യോഗസ്ഥരോട് ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. UDF-ന്റെ വാഹനങ്ങൾ തിരഞ്ഞുപിടിച്ച് പരിശോധിക്കുകയാണെന്നും വേഷം കെട്ടരുതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. CPIM-ന്റെ പണി ചെയ്യുകയാണെങ്കിൽ അത് ചെയ്താൽ മതിയെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. തങ്ങളെ സുഖിപ്പിക്കാൻ വരേണ്ടെന്നും അങ്ങനെ സുഖിക്കുന്ന ആളുകൾ അല്ല തങ്ങളെന്നും പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരോട് കയർക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെ നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാമെന്നും ഓർത്തു വെച്ചോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. വാഹനം തടഞ്ഞു നിർത്തി ഡിക്കി തുറക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് PK ഫിറോസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഷാഫിയുടെ മുഖത്തേക്ക് ടോർച്ച് അടിച്ചു. ഷാഫിയാണെന്ന് മനസ്സിലായപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. പെട്ടി തുറക്കാൻ ഷാഫിയോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ തുറന്നോളൂ എന്നായിരുന്നു ഷാഫി പറഞ്ഞത്. ഇടതുപക്ഷ നേതാക്കളുടെ വാഹനങ്ങൾ തടഞ്ഞു പരിശോധിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉദ്യോഗസ്ഥർക്ക് മറുപടി ഉണ്ടായിരുന്നില്ലെന്നും PK ഫിറോസ് പറഞ്ഞു. സംഭവം വിവാദമായതോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന സാധാരണ വാഹന പരിശോധനയുടെ ഭാഗമായാണ് MP-യും MLA-യും സഞ്ചരിച്ച വാഹനം പരിശോധിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പരിശോധനയിൽ നിന്ന് ആരെയും ഒഴിവാക്കിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ശനി രാവിലെ തന്നെ MP-മാരായ K രാധാകൃഷ്ണന്റെയും അബ്ദുൽ വഹാബിന്റെയും ഒരു മജിസ്ട്രേറ്റിന്റെയും വാഹനവും പരിശോധിച്ചിരുന്നു. പരിശോധന സുതാര്യമാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്തെ നാടകങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് പ്രതികരിച്ചു. UDF നേതാക്കളുടെ വാഹനങ്ങൾ പരിശോധിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കേണ്ടി വരും. ഇതൊന്നും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ലെന്നും M സ്വരാജ് പറഞ്ഞു. നിയമവിധേയമായി എല്ലാവരും പരിശോധനയോട് സഹകരിക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്റെ വാഹനവും പരിശോധിച്ചിരുന്നു. അത്തരം പരിശോധനകൾ നല്ലതാണ്. നമ്മുടെ സുതാര്യത ബോധ്യപ്പെടുത്താനും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും കഴിയും. ഏകപക്ഷീയമായ പരിശോധനകളൊന്നും കേരളത്തിൽ നടക്കില്ല. വാഹനം പരിശോധിച്ചതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രയാസമുണ്ടെങ്കിൽ നിയമപരമായി നീങ്ങട്ടെ എന്നും സ്വരാജ് പറഞ്ഞു.